My name is Matthew Stephen, practicing chartered accountant in UK, qualified from the Institute of Chartered Accountant in England and Wales. ക്രിപ്റ്റോ പ്രോഫിറ്റിന് യിൽ എങ്ങനെയാണ് ടാക്സ് കൊടുക്കേണ്ടത്? യിൽ താമസിക്കുന്ന അഡൽട്ട് പോപ്പുലേഷനിൽ 10-ൽ ഒരാളെങ്കിലും ക്രിപ്റ്റോ കറൻസി ട്രേഡ് ചെയ്യുകയും പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. സാധാരണ രീതിയിൽ 3 രീതിയിലുള്ള ടാക്സ് സിസ്റ്റമാണ് ക്രിപ്റ്റോ കറൻസിക്കുള്ളത്. നിങ്ങൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻ്റെ നേച്ചർ അനുസരിച്ച് അത് HMRC തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അസസ് ചെയ്യേണ്ടതുണ്ട്. 1 ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, 2 ഇൻകം ടാക്സ്, 3 ഇൻഹെറിറ്റൻസ് ടാക്സ്. ബഹുഭൂരിപക്ഷം ക്ലയൻസും പേ ചെയ്യുന്നത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ്. കാരണം ഏതെങ്കിലും ക്രിപ്റ്റോ കറൻസി നിങ്ങൾ ഹോൾഡ് ചെയ്യുകയും കുറച്ച് നാളുകൾക്ക് ശേഷം അത് വിൽക്കുമ്പോൾ ആ പ്രോഫിറ്റിലുള്ള ഡിഫറൻസിന് നിങ്ങൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണം. ബേസിക് റേറ്റ് ടാക്സ് പെയർ ആണെങ്കിൽ 10%, ഹൈ റേറ്റ് ടാക്സ് പെയർ ആണെങ്കിൽ 20%. മറ്റൊരു പ്രോഫിറ്റ് ഇൻകം ടാക്സ് ആണ്. നിങ്ങൾ ക്രിപ്റ്റോയിൽ ഡെയിലി ട്രേഡ് ചെയ്യുകയും നിങ്ങളുടെ ഇൻകം ട്രേഡിംഗ് ഇൻകം ആണെങ്കിൽ 1000 പൗണ്ടിൽ കൂടുതലാണ് ഒരു വർഷത്തെ നിങ്ങളുടെ ഇൻകം എങ്കിൽ നിങ്ങൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആയിട്ട് കാണിക്കുകയും അതുപ്രകാരം നിങ്ങൾ സെൽഫ് അസസ്മെൻറ്റിലൂടെ ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട്. ട്രേഡിംഗ് ലോസ് ആണെങ്കിൽ നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുകയും ഫ്യൂച്ചർ ഇയേഴ്സിലെ പ്രോഫിറ്റിൽ സെറ്റ് ഓഫ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. ഇങ്ങനെ കിട്ടുന്ന ട്രേഡിംഗ് പ്രോഫിറ്റിന് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. മറ്റൊരു ടാക്സ് ഇൻഹെറിറ്റൻസ് ടാക്സ് ആണ്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ക്രിപ്റ്റോ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ഇൻഹെറിറ്റൻസ് ടാക്സിൻ്റെ പരിധി വരികയും 40%-ൽ കൂടുതലാണെങ്കിൽ ഇൻഹെറിറ്റൻസ് ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. സാധാരണ രീതിയിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കുന്ന സാഹചര്യങ്ങൾ: 1, നിങ്ങൾ ക്രിപ്റ്റോ അസറ്റ് വിറ്റ് നിങ്ങൾ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുന്നു. 2, നിങ്ങൾ ഒരു ക്രിപ്റ്റോ അസറ്റ് മറ്റൊരു ക്രിപ്റ്റോ അസറ്റുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു, അപ്പോൾ കിട്ടുന്ന പ്രോഫിറ്റിന് കൊടുക്കണം. 3, നിങ്ങൾ ക്രിപ്റ്റോ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഏതെങ്കിലും സർവീസോ മറ്റ് അസറ്റുകളോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ നിങ്ങൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണം. 4, നിങ്ങളുടെ ക്രിപ്റ്റോ അസറ്റ് നിങ്ങളുടെ സ്പൗസിനല്ലാതെ മറ്റാർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ കൊടുക്കണം. ഇനി നിങ്ങൾ സാലറി വാങ്ങുന്നത് ക്രിപ്റ്റോ കറൻസി വഴിയാണെങ്കിൽ ഇൻകം ടാക്സും NIയും നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇതിൽ ടാക്സ് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത്? ആനുവൽ ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ നിങ്ങൾക്ക് 3000 പൗണ്ട് ഉണ്ട്. നിങ്ങളുടെ സ്പൗസിന് ടാക്സ് ഇല്ലാതെ തന്നെ ട്രാൻസ്ഫർ ചെയ്യുകയും 3000 + 3000 എന്നുള്ള രീതിയിൽ 6000 പൗണ്ട് എക്സംഷൻ വാങ്ങിക്കാൻ പറ്റും. ട്രേഡിംഗ് ലോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. എല്ലാ രീതിയിലുള്ള മാർക്കറ്റിംഗ് കോസ്റ്റ്, എക്സ്പെൻസുകൾ, കമ്മീഷൻസ് എല്ലാം നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. കൃത്യമായിട്ടുള്ള എക്സ്പെൻസ് മാനേജ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് ടാക്സ് പ്ലാൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏതെങ്കിലും വർഷത്തിൽ ടാക്സ് ഓവർ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അണ്ടർ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോളണ്ടറി ആയിട്ട് HMRC ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടാക്സ് ക്ലിയറൻസ് എടുക്കാം. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ക്രിപ്റ്റോ പ്രോഫിറ്റിന് ടാക്സ് കൊടുത്തിട്ടില്ല എങ്കിൽ HMRC നോട്ടീസ് അയക്കുകയും അതുപ്രകാരം പെനാൽറ്റി ഒഴിവാക്കുന്നതിന് വേണ്ടി വോളണ്ടറി ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയും അങ്ങനെ വോളണ്ടറി ആയിട്ട് ഡിക്ലെയർ ചെയ്ത് പെനാൽറ്റിയിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കുന്നതാണ്. UK ബിസിനസ്സിനെ പറ്റി ഇതിനോടകം 600-ലധികം വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. എന്നും ഈവനിങ് UK ബിസിനസ്സിനെ പറ്റി, UK ടാക്സ് പ്ലാനിങ്ങിനെ പറ്റി, UK എംപ്ലോയ്മെൻറ്റ് ടാക്സിനെ പറ്റി ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു.